ആഭ്യന്തര സുരക്ഷയിൽ പഴുതടച്ച ക്രമീകരണങ്ങൾ ഒരുക്കിയാണ് ഭാരത സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയത്. കൂടാതെ ഭീകരർക്ക് മറുപടി നൽകുമ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനും ഭാരതത്തിന് സാധിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യതലസ്ഥാനത്ത് ചേർന്ന യോഗങ്ങളും നയതന്ത്ര തലത്തിൽ ഭരണ നേതൃത്വം നടത്തിയ ഇടപെടലുകളുമാണ് സൈനിക ദൗത്യത്തിന് കരുത്ത് നൽകിയത്. അതിർത്തി കടന്ന് ഒരു രാജ്യത്തെയും ആക്രമിക്കാനും കീഴടക്കാനും ആഗ്രഹിക്കാത്ത ഭാരതം പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ അതിർത്തി കടന്ന് മറുപടി നൽകിയത് അതീവ ജാഗ്രതയോടെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 2 തവണ മന്ത്രിസഭാ സുരക്ഷാകാര്യ സമിതി യോഗം ചേർന്ന് അതിർത്തിയിലെയും രാജ്യത്തിനകത്തെയും സുരക്ഷ വിലയിരുത്തി. ആഭ്യന്തര സുരക്ഷയിൽ പഴുതടച്ച ക്രമീകരണങ്ങൾ ഒരുക്കിയതിനു ശേഷം മാത്രമാകണം തിരിച്ചടിയെന്ന നിർദ്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയത്. കൂടാതെ നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെയും സൈന്യത്തിന്റെയും ശ്രദ്ധ തിരിച്ചുവിടാനുള്ള നിരവധി ശക്തമായ തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കി. കര, വ്യോമ, സമുദ്രാതിർത്തിയിൽ യുദ്ധസമാനമായ തയ്യാറെടുപ്പുകൾ നടത്തി. കൂടാതെ ഭീകരവാദികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ അമേരിക്ക, റഷ്യ, യൂറോപ്യൻ രാജ്യങ്ങളും ഖത്തർ ഉൾപ്പെടെ അറബ് രാജ്യങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കാനും ഭാരതത്തിന് സാധിച്ചു. പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് നിരുപാധിക പിന്തുണ നൽകുന്ന മര്യാദഘട്ട രാജ്യമാണെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ തുറന്നുകാട്ടിയതിലൂടെ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഒരു സമ്മർദ്ദവുമില്ലാതെ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ അടിച്ചു തകർക്കാനുള്ള ദൗത്യം പൂർത്തിയാക്കാനായി. ഇനിയൊരു പ്രകോപനം പാകിസ്ഥാന്റെയോ ഭീകരരുടെയോ ഭാഗത്തുനിന്നുണ്ടായാൽ എന്തും നേരിടാനും മറുപടി നൽകാനും സൈന്യം സജ്ജമാണെന്നും രാജ്യത്തിന്റെ ഭരണ നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട്. ജനം, ഡൽഹി.